ഹായ്, ഞാൻ ബിനീഷ് അരവിന്ദൻ. ആത്മഹത്യ ചെയ്യുന്നത് മുഴുവൻ പുരുഷന്മാർ, ഹാർട്ട് അറ്റാക്ക് വരുന്നത് മുഴുവൻ പുരുഷന്മാർക്ക്, ലോകത്തിൽ മാനസിക രോഗം വരുന്നതിലേറിയ പങ്ക് ആണുങ്ങൾക്കാണ്. എന്നിട്ടും എന്ത് മെൻസ് മെന്റൽ ഹെൽത്ത് അഥവാ പുരുഷന്റെ മാനസികാരോഗ്യം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ലോകാരോഗ്യ സംഘടനയുടെ സർവേയിൽ തെളിഞ്ഞത് പുരുഷന്മാരിൽ സ്ത്രീകളെക്കാൾ 120% വരെ ആത്മഹത്യാ പ്രേരണ കൂടുതലാണെന്നാണ്. ഒരു രാജ്യത്ത് നടക്കുന്ന 100 ആത്മഹത്യകളിൽ 65 എണ്ണവും ആണുങ്ങളാണെന്നർത്ഥം. ഇനി ഹാർട്ട് അറ്റാക്ക് സ്ത്രീകളുടേതിനേക്കാൾ പുരുഷന്മാരിൽ 180% കൂടുതലാണ്. സ്ത്രീകൾക്ക് ഹൃദയമില്ലാഞ്ഞിട്ടല്ല ഇത്. പുരുഷന്മാരുടെ ഹൃദയം പലവിധ വേദനകളാൽ പൊടിഞ്ഞു നുറുങ്ങുന്നത് കൊണ്ടാണ്. ലോകത്തിലെ മാനസിക രോഗമുള്ള 100 പേരിൽ 55 പേർ പുരുഷന്മാരാണ്. എന്നിട്ടും അവർ ആരെയും ഒന്നും അറിയിക്കാതെ ജീവിക്കുന്നു. പ്രശ്നം കൂടുതലുള്ളവർ തന്നെയാണ് സഹായം തേടുന്നതിലും കുറവുള്ളവരെന്ന് വിവിധ ഗവൺമെന്റുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പുരുഷന്മാരുടെ മാനസികാരോഗ്യം മനസ്സിലാക്കാൻ ആദ്യം സമൂഹം പുരുഷനെ എങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നുവെന്ന് കാണണം. പുരുഷൻ കരയരുത്, വേദന പുറമെ കാണിക്കരുത്, ദുർബലത മരണത്തിന് തുല്യമാണ് തുടങ്ങിയ സ്റ്റീരിയോ ടൈപ്പുകളിലാണ് ഇവർ പുലരുന്നത്. ഇത് വളർന്ന് ആങ്സൈറ്റി, ഡിപ്രഷൻ, ആങ്കർ ഇഷ്യൂസ് എന്നിവയായി മാറുന്നു. ഇത് അമിത ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കും. പതിയെ കുടുംബങ്ങൾ ശിഥിലമാകും. വികസിത സമൂഹങ്ങൾ പുരുഷന്മാരുടെ മാനസികാരോഗ്യം ഒരു പോളിസി ഇഷ്യൂ ആയി തന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവർ പല ഇടപെടലുകളും നടത്തുന്നുണ്ട്. വർക്ക് പ്ലേസ് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇറ്റ്സ് ഓക്കെ ടു ടോക്ക് പ്രോഗ്രാമുകൾ, സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി, അങ്ങനെയെല്ലാം പുരുഷന്മാരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുക. അതാണ് ആത്യന്തിക ലക്ഷ്യം. ഇതിനൊപ്പം സ്കൂൾ തലത്തിൽ ഇമോഷണൽ എഡ്യൂക്കേഷൻ, പിയർ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന പേരിൽ പുരുഷന്മാർ തമ്മിലുള്ള തുറന്ന സംവാദം, വർക്ക് ലൈഫ് ബാലൻസ്, മീഡിയയെ ബോധവൽക്കരിച്ച് ടോക്സിക് മസ്കുലിനിറ്റി ചലഞ്ച് ചെയ്യുക തുടങ്ങിയവയും നടക്കുന്നു. പുരുഷന്മാർക്ക് പ്രശ്നമില്ല എന്ന ധാരണ തെറ്റാണ്. അവർ സംസാരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കമ്മീഷനല്ല, അവരോടൊപ്പം ഇരിക്കലാണ് പരിഹാരം. നീതി പതിയെ വരും. ഈ വിഷയത്തിലെ സമ്പൂർണ്ണ വീഡിയോ ബിനീഷ് അരവിന്ദൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ നൽകാം. സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ ബിനീഷ് അരവിന്ദൻ എന്ന് സെർച്ച് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണം. നന്ദി.